ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുന്നിലത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ പുതുപ്പള്ളിയിലായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ആ മുള്ളാത്ത പറിച്ചല്ലോ, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിടന്ന കാര്യമേ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ലേറ്റ് ആയി പോയത്. അപ്പം ഞങ്ങൾ ഇത് വൈകുന്നേരം സമയം കേട്ടോ. അപ്പം ഞാനും ആദ്യക്കുട്ടനും വൈകുന്നേരം കേട്ടോ ഇപ്പം നാട്ടിൽ വന്ന് ചൂട് കാരണം കുളിയൊക്കെ. അപ്പോൾ വൈകുന്നേരം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുവാണ്. അപ്പം ചെറിയ മഴക്കോളും ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നതാണ്. അപ്പോഴത്തേനും അച്ഛൻ വിളക്കൊക്കെ കത്തിച്ച്, പിന്നെ ഞാനവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. ഇടി വരുമോ എന്ന് പേടിച്ച് കേട്ടോ. ഞാനും ആദ്യക്കുട്ടനും കൂടെ എന്നാലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പം ചെറിയ മഴച്ചാറ്റിലൊക്കെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല പുതിയ മണ്ണിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ആദ്യം കൂടെ വെളിയിൽ നിൽക്കുക. അമ്മയാണെങ്കിൽ വന്നിട്ടില്ല. അപ്പം ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. സൂപ്പർ കാറ്റാ. അതിൻ കയറുക. ആദ്യക്കുട്ടി കണ്ട എടുത്തോട്ട് കയറുവാ. അവിടെ ഇരിക്കല്ലേ, ഇടി മുഴങ്ങുന്നുണ്ട്. പിന്നെ കാറ്റൊന്ന് കൂടിയപ്പോഴത്തേനും ഞാനും ആദ്യക്കുട്ടിനും തിരിച്ചകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒന്ന് ഇച്ചിരി കുറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഈ ലൈറ്റ് കണ്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇത് ഈ സോളാറിൻ്റെ ലൈറ്റാണ് കേട്ടോ. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അത് കത്തും, നമ്മൾ അവിടുന്ന് മാറി ഇച്ചിരി കഴിയുമ്പോഴത്തേനും അത് ഓഫാകും. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇത് കൊള്ളാമല്ലേ പരിപാടി, നല്ല രസമുണ്ട്. കറണ്ട് ചാർജ് ആവത്തും ഇല്ല, വെട്ടം നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ആവശ്യത്തിന് കത്തുകയും ചെയ്യും. അപ്പം അമ്മയാണെങ്കിൽ ഇത് എവിടുന്ന് ഓൺലൈനിൽ നിന്ന് എങ്ങാണ്ടോ വരുത്തിച്ച കേട്ടോ. അപ്പം ആദ്യക്കുട്ടൻ അടുത്ത് ചെല്ലുമ്പോഴത്തേനും കത്തത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, കാരണം അവന് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അവൻ ചെന്നപ്പോഴത്തേനും അത് കത്തിയേ. അപ്പം അവൻ അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുക. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ആവശ്യത്തിൻ്റെ പുറത്തോട്ട് പോയതാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു, പോകുന്നെങ്കിൽ മഴയ്ക്ക് മുന്നേ പൊക്കോ, കാറിനാന്ന് പറഞ്ഞാലുവേ ഇടിയൊക്കെ കാണുമല്ലോ. അപ്പം ഞാനും ആദ്യക്കുട്ടനും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് അകത്തോട്ട് കയറിയേ. അപ്പം അച്ഛനാണെങ്കിൽ ഇതെന്തോ ഒരു അരി കൊണ്ടുണ്ടാക്കിയ സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മഴയല്ലേ, പുറത്ത് മഴ ചെറുതായിട്ട് തുടങ്ങിയപ്പോഴത്തേനും കറമുറാന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതങ്ങ് പൊട്ടിച്ച് കഴിച്ച്. അപ്പം ആദ്യക്കുട്ടനോട് ചോദിച്ചപ്പോഴത്തേനും അവന് വേണ്ടെന്ന് പറഞ്ഞു. നല്ല മിന്നൽ. ഞാനും ആദ്യം കൂടെ മഴ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തെ നല്ല അടിപൊളി മിന്നൽ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചാടി അകത്ത് കയറി. നല്ല കിടിലം മഴ കേട്ടോ പെയ്യുന്നത്. ഞങ്ങളാണെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ മഴ പെയ്തില്ല. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഇവിടെ മഴ കിട്ടിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ഞങ്ങളെ കളിയാക്കിയതാണ്. എന്നെ ഏതായാലും നല്ല പൊളപ്പൻ അടിപൊളി മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ചെടികൾക്കും അമ്മ എല്ലാ ദിവസവും വൈകിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണേ, വൈകിട്ടോ രാവിലെയോ ഒക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയ്ക്കും ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട. അപ്പം ഞാൻ നേരെ ചായ വെക്കാൻ വേണ്ടിയിട്ട് കയറിയേ. അപ്പം മഴ വരുമ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖമാണല്ലോ. അപ്പോൾ ചായ ഇവിടെ പറഞ്ഞ പോലെ ചായ എല്ലാവർക്കും തന്നെ ബ്രൂ ഇട്ടങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനും ഞാൻ തുള്ളി ബ്രൂവിൻ്റെ ഇട്ടങ്ങ് കൊടുത്തേക്കും. അപ്പം പിന്നെ അവനും ഹാപ്പി, എനിക്കും പണി എളുപ്പമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടി വേറെ ഏതെങ്കിലും ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അവൻ്റെ മുഖം അങ്ങ് മാറും കേട്ടോ. അപ്പം പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചെടുക്കാം, എനിക്ക് എളുപ്പമുണ്ട്. അപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും മിക്കപ്പോഴും ഈ വൈകിട്ടത്തെ ചായ പരിപാടി ഞാൻ അങ്ങ് ഏറ്റെടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചെടുത്ത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ അല്ല മുള്ളാത്തതേണ്ട മുറിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഇന്നലെ പറിച്ചെടുത്ത മുള്ളാത്ത ഞങ്ങളൊന്ന് മുറിച്ച് നോക്കാൻ പോകണേ. ഒരു ദിവസം കൊണ്ട് പഴുത്ത് കേട്ടോ. ഇപ്പൊ പറിച്ചപ്പോ തന്നെ അത്യാവശ്യം നല്ലപോലെ ഇപ്പൊ വിളഞ്ഞിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ നേരം അടുക്കുന്ന കട്ട് ചെയ്യുന്നതോ എനിക്ക് വാവാ. നല്ല ബ്ലബിളാന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കിയാ കേട്ടാ. നീ ഒരു പീസ് ആക്കണല്ലേ. ചെറിയതായിട്ട് കുറെ നാൾ വെക്കാൻ പറ്റും. ഏതാ ചെറിയതായിട്ട് കുറെ നാൾ
ഇത് ഇന്നതിന്റെ ഇരിക്കത്തേ ഉള്ളൂ. പേരക്കാതെ വേണം. പേരക്കാടെ മണമാ. മറ്റേത് ഈ മണമല്ല. ആത്തച്ചക്കയ്ക്ക്. അങ്ങനെ അത് ഞങ്ങളിത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതിന് എന്താ ഒരു പേരയ്ക്കാതെ ടേസ്റ്റ് പോലെ കേട്ടോ എനിക്ക് തോന്നിയ, ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ഞാനിത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആത്തക്കായില്ലേ, ആത്തച്ചക്ക, അത് ഞാൻ ഇഷ്ടം പോലെ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, പക്ഷേ എൻ്റർലി ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ, ആ ഒരു ടേസ്റ്റേ അല്ല. അപ്പം സാധനം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ എന്തോ ഇത് ഔഷധ ഗുണമുള്ളതെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിൽ അതൊക്കെ കഴിച്ചേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ നേരെ ദേവൂട്ടിയില്ലേ, മറ്റേ കുഞ്ഞുവാവ, അവളുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. മഴയൊക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്നാൽ ദേവൂട്ടിക്കും കൂടെ നമ്മുടെ ഈ മുള്ളാത്തയുടെ കൊടുത്തേക്കാം എന്നോർത്തുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയേ. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്, എന്നാലും രസമുണ്ട് കേട്ടോ. മഴയത്ത് ഇങ്ങനെ ഓട്ടോയിൽ പോകാൻ നല്ല രസമാണ്. ചെറുതായിട്ട് സൈഡിൽ നിന്ന് ചാറ്റിലൊക്കെ അടിച്ച് അത് ഞങ്ങൾ വേണ്ട പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേ വേണ്ട ആദ്യക്കൂട്ടൻ അവിടെ ചെല്ലുമ്പോഴേ ദേവുവിൻ്റെ ടോയ്സ് എല്ലാം എടുക്കും. ഇവിടെ വരുമ്പോൾ ദേവു ആദ്യയുടെ ടോയ്സ് എല്ലാം എടുക്കും. പിന്നെ ചെറിയ വഴക്കും കാര്യമൊക്കെ ഇടയ്ക്കുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പം ദേവു ആണെങ്കിലും ആദ്യനെ വലിയ ഇഷ്ടം അവൾക്ക്. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് വലിയേട്ടൻ എന്തുകൊണ്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, കൈയൊക്കെ ചൂണ്ടി എന്നതായിരുന്നു എന്തോ. വേറെ കളി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ വീണാലോ എന്നോർത്ത് എനിക്ക് പേടിയാണ്. അങ്ങനെ ഞങ്ങൾ വേണ്ടേ പോരാൻ ഇറങ്ങിയപ്പോൾ ദേവു ഭയങ്കര കരച്ചില്ലേ. അപ്പോൾ ദേവൂന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒന്ന് പുതുപ്പള്ളിയിൽ പോയായിരുന്നേ. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഓർമ്മയാണ്. പിന്നെ വേണ്ട അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പള്ളിക്ക് വരെ വന്നപ്പോൾ മഴയായിരുന്നുകൊണ്ട് ഇന്ന് പള്ളിയിൽ വലിയ ആളോ തിരക്കോ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ 2 ദിവസം മുന്നിലെങ്ങാണ്ടോ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ ഭയങ്കര തിരക്കല്ലായിരുന്നു. ഇന്നിപ്പം മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു ഒട്ടും തിരക്കൊന്നും ഇല്ല. അപ്പോൾ അതേണ്ട ഞങ്ങൾ അവളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് കറക്കി തിരിച്ച് അങ്ങ് പോയി. ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മഴച്ചാറ്റിലുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ വിട്ടിട്ട് തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കുറച്ച് അമ്പലങ്ങളിൽ പോയായിരുന്നല്ലോ. അപ്പം അതിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് ഡ്രസ്സെല്ലാം അങ്ങ് എടുത്ത് വെക്കുവാണ്. രാവിലെ വെളുപ്പിനെ ഏക്കണമല്ലോ. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഞാൻ ഈ അടുക്കളയിലെ പരിപാടിയാണേലും ഇതുപോലെ എവിടെയെങ്കിലും പോകണമെങ്കിലും എല്ലാം ഞാൻ ഇതുപോലെ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് ചെയ്ത് വെക്കുവേ. അപ്പം എനിക്ക് അത്ര എളുപ്പമുണ്ടല്ലോ രാവിലെ ഏൽക്കുമ്പോൾ. അപ്പോൾ വേണ്ടുന്ന എല്ലാം എടുത്തു വെച്ചു. പിന്നെ അതേണ്ട ഞങ്ങൾ ഫുഡ് കഴിക്കാനെടുത്തു. ഞാൻ ആദ്യക്കുട്ടന് വാരി കൊടുക്കാൻ വേണ്ടി എടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.